ഹലോ, ഇന്ന് നല്ലൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ പച്ചമുളക് ഒരു 3 പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്നൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി നല്ലോണം തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിനുശേഷം തക്കാളിയുടെ ആ ഒരു പരുവം മാറി വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് വരാനായിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ അധികം വേവിക്കേണ്ട, എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ചേർക്കേണ്ടതെന്ന് പറയാം. നമുക്ക് ആവശ്യത്തിന്, അതായത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിന് ശേഷം നമുക്ക് എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർക്കാം, ഒരു ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതൊന്ന് ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒരു കപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒന്ന് തിള വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്തെന്ന് തോന്നുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം 1 കപ്പ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നതിലേക്ക്. അപ്പോൾ അതും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേണം ആ ചൂടായ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ, ആ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു പൊടിക്കൈ ചേർത്തു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, കുറച്ചും കൂടി ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം, പിന്നെ കുറച്ച് പെരുംജീരകം കൂടി കുറച്ച് തൂവി കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം തീ ഓഫ് ചെയ്തിട്ടില്ല, ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് ചെയ്യണത്. എന്നിട്ട് ജസ്റ്റ് അതിലേക്ക് കയറിയെന്ന് തോന്നിയ സമയത്ത് തന്നെ നമ്മളത് ഓഫ് ചെയ്യണം. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അതിലേക്ക് മുട്ടയിട്ട് കൊടുത്തു. മുട്ടയിട്ട് കൊടുത്തത് നമ്മൾ സ്ലൈസ് ആക്കിയിട്ടാണ്. ശേഷം നമ്മളൊന്ന് ജസ്റ്റ് കയറാൻ വെച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തു, കാരണം തേങ്ങാപ്പാൽ ആഡ് ചെയ്തുകൊണ്ട് അധികം തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി, സിമ്പിൾ ആൻഡ് ഈസി. അതിനുശേഷം ഞാൻ നമ്മുടെ ചപ്പാത്തി ചൂടാക്കാൻ പോയി. ചപ്പാത്തി അധികമൊന്നും ആക്കിയിട്ടുണ്ടായില്ല. ചപ്പാത്തി അല്ല ശരിക്കും, ഇത് ടോർട്ടിലയാണ്, റെഡിമെയ്ഡ് ടോർട്ടിലയാണ് ഞാൻ ആക്കിയത്. നമ്മുടെ ടോർട്ടിൽ നമുക്ക് ഇവിടുത്തെ ലിഡിലും അതുപോലെ വില്ലീസ് അങ്ങനത്തെ ഷോപ്സിലെല്ലാം, ഇക്ക എന്ന് പറയുന്ന എല്ലാ ഷോപ്സിലും നമുക്ക് കിട്ടും. അപ്പോൾ അവിടുന്ന് വാങ്ങിയൊരു പാക്കറ്റ് ടോർട്ടിലയാണ് ഞാൻ യൂസ് ചെയ്തത് ഇവിടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അത് കൂടുതൽ പണികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക 2 സൈഡും, അത്ര മാത്രമേ ഉള്ളൂ. അതപ്പോൾ ഞാൻ കുറച്ച് ടോർട്ടിലാസ് ചൂടാക്കി മുട്ടക്കറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ പണിയെല്ലാം ഒതുങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ.